യെശയ്യാവ് 41 അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പിൻ, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ, നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയതാർ. അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു. അവൻ അവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽ വെച്ചല്ല അവൻ പോകുന്നത്. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത് ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അത്യന്തന്മാരോടുകൂടെ അനന്യനും ആകുന്നു. ദ്വീപുകൾ കണ്ടു ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വിറച്ചു. അവർ ഒന്നിച്ചു കൂടി അടുത്തു വന്നു, അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞു. ഇളകാതിരിക്കേണ്ടതിന് അവൻ അതിനെ ആണി കൊണ്ടുറപ്പിക്കുന്നു. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവേ, ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീറുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സർലവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടേന്ന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിനെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടേന് ആദ്യ കാര്യങ്ങൾ എന്നിവയെന്നും അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടേന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടേന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പിൻ. നിങ്ങളില്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയുമാകുന്നു. നിങ്ങളെ ഭരിക്കുന്നവൻ കുത്സിതനത്രേ. ഞാൻ ഒരുത്തനെ വടക്ക് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമൺ ചവിട്ടുന്ന പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരും ഇല്ല.
ഞാൻ ആദ്യനായി സിയോനോട് ഇതാ ഇതാ ഞാൻ വരുന്നു എന്ന് പറയുന്നു. യെരൂശലേമിന് ഞാൻ ഒരു സുവാർത്ത ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറേ ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാറേ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനും ഇല്ല. അവരെല്ലാവരും വ്യാജമാകുന്നു, അവരുടെ പ്രവൃത്തികൾ നാസ്തിയത്രേ, അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.